എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരിക്കലും ഗ്ലോബൽ ഹാപ്പി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇത്തരം എക്സ്പോഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ നമ്മൾ പോകുന്നു, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു എന്നതിലുപരി ഇത്തരം ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സ്കൂളുകളിൽ, ഒരുപാടെന്നല്ല ഒരു സ്കൂളുകളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം മാമിനെ ചില സമയത്ത് നോക്കുമ്പോൾ ഒരുപാട് അസൂയയോടെ നോക്കാറുണ്ട്. മാമിന്റെ വെൽത്ത് ഇൻ ടേംസ് ഓഫ് മണി എനിക്ക് അറിഞ്ഞിടാം, പക്ഷെ ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് വർഷങ്ങളായി ഗ്ലോബൽ ഹാപ്പി സ്കൂൾ മാം കൊണ്ടുപോകുന്നു. ഇപ്പോഴും കറന്റ് ഈ വർഷവും ഒരുപാട് സ്കൂളുകളിലുണ്ട്. അപ്പോൾ ഇതിനൊരു റിവ്യൂസ് ഞാൻ അടക്കമുള്ള ഹാപ്പിനെസ് കോച്ച് മാമിനോട് ഷെയർ ചെയ്യാറുണ്ടാവും. ഓരോ വട്ടവും എന്താണ് കുട്ടികൾ പറയുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ ചെയ്ത ഒരു ആക്ടിവിറ്റീസ് ഒന്നും വന്നിട്ടുള്ളതെന്ന്. ഈ ഒരു ഇത്ര വർഷത്തെ ഈ ഒരു സേവനത്തിൽ നിന്നും മാം മനസ്സിലാക്കിയെടുത്ത ആ ഒരു മാറ്റം എന്താണ്, ആ ഒരു ഗ്യാപ്പ് എന്താണ്? താങ്ക് യു ഗോപിക. ഈ ഗ്യാപ്പില് എനിക്ക് തോന്നുന്നു ഗോപികയോട് തന്നെ എനിക്ക് എൻ്റെ ഉത്തരം പറയാൻ കഴിയുമോ? മോൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ സ്കൂളിലെ? ത്രിലോക്. ത്രിലോകിനെ കുറിച്ചിട്ട്, ത്രിലോകിന് 6 വയസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപിക പറഞ്ഞതുപോലെ ഐ എം ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഐ എം എ ബില്യണയർ, ഐ ക്യാൻ സേ, ബിക്കോസ് ഒരിക്കൽ മാത്രം ഒരു കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ ഇരുന്നിട്ട് കാഴ്ചയിൽ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് നമ്മൾ വെറുതെ ഒന്ന് പ്ലക്ക് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. പക്ഷെ അവനെ നമ്മൾ നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും വളരെ സ്നേഹത്തോടെ ചില കാര്യങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന പോലെ ചിലത് നമ്മൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു. ത്രിലോകിനെ പേരെടുത്ത് പറയണം. അവൻ്റെ പേരിൻ്റെ ഒരു ഔന്നത്യം അവൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ കണ്ടത്, അല്ലെങ്കിൽ അതുപോലെയുള്ള കുഞ്ഞുങ്ങൾ കണ്ടത് എനിക്ക് വളരെ, അതുതന്നെയാണ് ഈ ഒരു വെൽത്ത് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റും. ഒരിക്കൽ മാത്രം കണ്ടൊരു കുട്ടി ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ് ഇക്കാര്യത്തിൽ. സ്നേഹം കൊടുക്കുന്ന കാര്യത്തിലും സ്നേഹം എടുക്കുന്ന കാര്യത്തിലും ഒക്കെ നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. കൊടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ സ്നേഹം എടുക്കുന്ന കാര്യത്തിൽ വളരെ സ്വാർത്ഥരാണ്. പക്ഷെ ഞാൻ യാത്രക്കിടയിൽ ഒരു ചെറിയൊരു ബിറ്റ്സ് ഓഫ് പേപ്പർ, എനിക്ക് തോന്നുന്നു ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു ചെറിയ ഇതൾ മാത്രം ഐ ലവ് യു സെലീന മാം എന്ന് എഴുതി അപ്പത്തന്നെ എന്തൊക്കെയോ കളറൊക്കെ ചെയ്ത് കാത്തിരുന്ന് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുതരുന്നത് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ അവർ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ കാണുന്ന സമയത്ത് ഇത് എനിക്കിങ്ങനെ ഉണ്ടായ അനുഭവം പോലെ ഒരുപാട് ടീച്ചേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹനിധികളായ 100-ൽ 90 ടീച്ചേഴ്സിനെ എനിക്കറിയാം. അങ്ങനെയുള്ള അധ്യാപകരുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ത്രിലോകിനെ സംബന്ധിക്കുമ്പോൾ അവന് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടും അവൻ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എവിടെയാണ് അവൻ നമ്മളിൽ ഒരു വ്യത്യസ്തത കണ്ടത് എന്നുള്ളത് നമ്മൾ അവന് വേണ്ടുന്ന സാധനം പഠിപ്പിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഇത്തരം കാര്യങ്ങളുടെ ഉത്തരം പറയുന്ന സമയത്ത് പലപ്പോഴും പലരും നമ്മൾ വിമർശിക്കാറുണ്ട്. ഞാൻ അധികം അതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം എനിക്ക് കിട്ടാതെ പോയത് തന്നെയാണ് ഗോപിക ഇത്. സ്കിൽ എഡ്യൂക്കേഷൻ, 21st സെഞ്ച്വറി സ്കിൽസ്, ഞങ്ങളെപ്പോലെയുള്ള ട്രെയിനേഴ്സ്, കോച്ചസ്, മോട്ടിവേഷണൽ എൻഹാൻസ് ചെയ്യുന്ന ആളുകൾ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് പീപ്പിൾസ്, ഇവരൊക്കെ ഈ ലോകത്ത് ഇത്ര കൂടിയത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് തന്നെ ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ്. എനിക്ക് 44 വയസ്സായപ്പോൾ എനിക്ക് മെൻ്റലി ഞാൻ ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടൊരു മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്നു, എക്സിൻ്റെയോ വൈയുടെയോ ഒക്കെ ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഗോപിക, പക്ഷേ ഞാൻ ആരെയാണ് കേൾക്കുന്നത്, ഞാൻ എന്തിനാണ് ഇത് കേൾക്കുന്നത്, എന്നിൽ തന്നെയുള്ള ഇത്രയും കഴിവുകളെ ഞാൻ കണ്ടെത്താതെ പോയത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം തന്നെയാണിത്. അപ്പോൾ സബ്ജക്റ്റുകളിൽ നിന്നും മലയാളം, കണക്ക്, സയൻസ്, സാമൂഹ്യപാഠം, ഇംഗ്ലീഷ്, ഹിന്ദി, GK, ഓഫ് കോഴ്സ് റോബോട്ടിക്സ്, സ്പോക്കൺ ഇംഗ്ലീഷ്, MS, ഇനിയും ഏറെയുണ്ട്. ഇത്തരം സബ്ജക്റ്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ലീഗൽ അവയർനെസ്. എൻ്റെ വീട്ടിൽ വളരെ പെട്ടെന്നൊരു പോലീസുകാരൻ വന്നു. അയാൾ എന്തിനു വന്നു എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം കുട്ടിക്കാലത്തെ എനിക്ക് അമ്മ ചോറ് തന്നിരുന്നത് പോലീസ് മാമനെ പേടിപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പോലീസുകാരനെ കണ്ടാൽ ഉടനെ ഞാൻ കുറ്റം ചെയ്ത വേണ്ട ഞാൻ കയറി ഓടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഞാനൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റ്, അല്ലെങ്കിൽ പുരുഷന്മാർ പോലീസുകാർ തെറ്റ് എന്നൊരു കൺസെപ്റ്റൊക്കെ എനിക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം എന്നൊരു തോന്നൽ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ
ഒരിടത്തേക്ക് പോയാൽ സംസാരിക്കേണ്ടത്, നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടത്, നമ്മൾ സഹിക്കേണ്ട കാര്യം ഇല്ല എന്ന് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് തുടങ്ങിയൊക്കെ ജീവിത നൈപുണ്യങ്ങളാണ്. ഈ ജീവിത നൈപുണ്യങ്ങൾ എല്ലാ അധ്യാപകരും സബ്ജക്റ്റിലൂടെ കൊടുക്കുന്നുണ്ട്, എല്ലാ സ്കൂളും നല്ല ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിലബസിൽ ഞങ്ങൾ അരിപ്പ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. കേരളത്തിലെ വളരെ മികച്ച സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. എനിക്കേറെ സ്നേഹമുള്ള, ഞാൻ എന്നും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണിത്. ഞങ്ങളുടെ നവജീവൻ ബഥനി വിദ്യാലയ നാലാഞ്ചിറ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫാദർ ഡാനിയൽ ആൻഡ് ഡിയർ ഷാന രഞ്ജിത് കുമാർ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സോഷ്യൽ എക്സ്ചേഞ്ചിന് കൊണ്ടുപോവാണ്. ക്ലാസ് മുറികളിൽ ഞാൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളെന്ന് തന്നെ പറയും. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, അതോറിറ്റി ആയിക്കോട്ടെ, എൻ്റെ അധ്യാപകരായിക്കോട്ടെ, മികവുറ്റ കുട്ടികളായിക്കൊള്ളട്ടെ. സ്കൂളിൻ്റെ ബ്രാൻഡൊന്നുമല്ല കേട്ടോ, ഇതെൻ്റെ മനസ്സിൽ നിന്ന് പറയാണ്. പക്ഷേ ഇതിൽ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടുന്നുണ്ടാവും, അത് വേണം എനിക്ക് സത്യസന്ധമായി തന്നെ അത് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ അരിപ്പയിലേക്ക് പോകുന്ന തൊട്ട് അരിപ്പയിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിലാണ് അരിപ്പയിലെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുട്ടികൾ ചേർത്ത് വെച്ചത്. ഭക്ഷണം വാരി കൊടുത്തത്, ഭക്ഷണം കോരി കൊടുത്തത്, അവരുടെ കൂടെ അവരെ പരിചരിച്ചത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി നാട്ടുവൈദ്യന്മാരെ കണ്ടത്, അവരെ ചേർത്ത് നിർത്തിയത്, ഒരു സെൽഫിക്കോ ഒരു ഫോട്ടോയ്ക്കോ ഒന്നും കൂടാതെ ഈ കുഞ്ഞുങ്ങൾ സാമൂഹിക വൈകാരിക തലത്തിലൂടെ വല്ലാണ്ട് ഒഴുകി നടക്കുന്നത് കാണാൻ പറ്റി. അവരിൽ നിന്നും ഫാദർ ഡാനിയൽ പറഞ്ഞ പ്രകാരം, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഒരു എഴുത്ത് എന്ന് പറയുന്നത് യാത്രാ വിവരണം, അനുഭവക്കുറിപ്പ് എഴുതുകയുണ്ടായി. 7th കുട്ടികളും 9th കുട്ടികളും ഇത് എഴുത്തരേണ്ട. ഇന്നും ഞാൻ വളരെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ എഴുത്തുകൾ. ഓരോ കുട്ടിയും എഴുതിയ ഓരോ വാചകങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റും. സബ്ജക്റ്റിൽ ഒരിടത്തും ഇത്രയും ഭാവം നിറഞ്ഞ് ഈസ്തറ്റിക്കായിട്ട് കുട്ടികൾ എഴുതിയിട്ടുണ്ടാവില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും മംഗ്ലീഷിലും അവരുടേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തലങ്ങളും അവർ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എഴുതി തന്ന കത്തുകൾ, ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഈസ് മീ എന്ന് പറയാൻ കാരണം നിളയുടെ നമ്മുടെ ഓഫീസിലിരിക്കുന്ന ഇത്തരം കത്തുകളാണ്. ഇത് ഒരു എനിക്ക് തോന്നുന്നു ബഥനിയിൽ തന്നെ ഞങ്ങളുടെ മകളുണ്ട്. ഒരാളുടെ പേര് മാത്രം എടുത്തു പറഞ്ഞാലേ വിഷമമുണ്ടാവുന്നുള്ളതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എങ്കിലും അവള് ഈ ഇടയായിട്ടും വാട്സപ്പിൽ ചോദിച്ചൊരു ചോദ്യമാണ്, മാം അന്ന് ഞാൻ കത്ത് എഴുതി തന്ന കുട്ടി ഇപ്പം എങ്ങനെയുണ്ട്? മാസങ്ങൾ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും താൻ ചേർത്ത് വെച്ച, താൻ ഒരു കത്ത് എഴുതി കൊടുത്ത കുട്ടി ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുന്ന നന്മയുള്ള, ആ കുട്ടിയെക്കുറിച്ച് നിരന്തരമായി അന്വേഷിക്കുന്ന, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നമ്മൾക്ക് പറയാറുണ്ട് ഫീൽഡാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. പ്രാക്ടിക്കൽ എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഗ്ലോബൽ ഹാപ്പി സ്കൂളിന് കഴിഞ്ഞതുകൊണ്ടാണ്. So in that sense, for the last 12 years, I am researching in the same field. I am the most wealthiest person in the world wide because ആ വെൽത്ത് സമൂഹത്തെക്കുറിച്ച് കുട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല, പലരും ചിലപ്പോൾ ദോഷൈകതർക്കുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനൊരു വീഡിയോ എന്തുകൊണ്ടെന്ന്. തീർച്ചയായിട്ടും നിലയല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെതായ രീതിയിൽ സാമൂഹിക പ്രതിബദ്ധത പ്രോജക്റ്റുകളെ കൊണ്ടുവരണം. അതിൻ്റെ ആവശ്യകത വളരെ വളരെ വലുതാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവും. കാരണം ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ 2 വർഷം പ്രകൃതിയാൽ പൈലറ്റഡായിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്ത ഈ പ്രോജക്റ്റിൻ്റെ സക്സസ് സ്റ്റോറീസ് ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഹൃദയവും മാനസികാവസ്ഥകളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ I'm very happy for this song. For these 3 questions, we are very sorry because Deepavali bombings just started around us. And thank you so much, Selina and Gopika. Thank you.